ഇന്നത്തെ റെസിപ്പി അറബിക് അലീസ അല്ലെങ്കിൽ അരീസയാണ്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ കാണാൻ കഴിയും. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ അലീസ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഗോതമ്പാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് ഗോതമ്പ് എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഒരു 5 to 6 മണിക്കൂറോളം ഇത് സോക്ക് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് കുതിർന്നു വന്നതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസുള്ള സവാള എടുത്ത് ചോപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളി ഒരു 5-6 എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് വേണ്ടത് ഗ്രാമ്പു, അതുപോലെ പട്ടയാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ചിക്കനാണ്. ചിക്കന് ബോൺലെസ് ചിക്കൻ എടുക്കാം, അല്ലെങ്കിൽ ബോണുള്ളത് എടുക്കാം. ഞാനിവിടെ ബോണുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതൊരു 250 ഗ്രാമോളം എടുക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിലാണ് പെട്ടെന്ന് വേവിച്ചെടുക്കാൻ നല്ലത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ഗോതമ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. അതുപോലെ വെളുത്തുള്ളി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഗ്രാമ്പൂ, പട്ട കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കന് എല്ലുള്ളതാവുമ്പോൾ വെന്തതിന് ശേഷം നമുക്ക് ആ എല്ല് നീക്കം ചെയ്യേണ്ടി വരും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം കുറഞ്ഞു പോകരുത്, കൂടിയാൽ പ്രശ്നമില്ല. അപ്പോൾ ഒരു പകുതിയിൽ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 5 to 6 വിസിലോളം നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഗോതമ്പാകുമ്പോൾ നല്ല വേവ് ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 6 വിസിലോളം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനിലുള്ള എല്ലൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതുപോലെ ഇതിനകത്തുള്ള ഗ്രാമ്പു, പട്ട അതുകൂടെ ഒന്ന് മാറ്റിയെടുക്കണം. ഇപ്പോൾ ഈ ഒരു പാകത്തിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സി ജാറിലോ അല്ലെങ്കിൽ ഒരു ബ്ലെൻഡറിലോ ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. ഈ ഒരു സമയത്ത് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടൊന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം വേണമെങ്കിൽ. ഇനി നമുക്ക് ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നെയ്യ് എടുത്തിട്ടുണ്ട്. നെയ്യ് നന്നായി ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് സവാളയാണ്. സവാള ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട്. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഈ റോസ്റ്റ് ചെയ്തെടുത്തത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അലീസയുടെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നെയ്യ് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അലീസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അലീസ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ കൂടുതൽ റെസിപ്പീസിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്